ഞാൻ ഇന്നലെ കൊച്ചിൻ വിമാനത്താവളത്തിൽ ഒരാളെ യാത്ര അയക്കാൻ വേണ്ടി പോയി. ആ വ്ളോഗാണിത്. ഞാൻ ഫോട്ടോ വെച്ചിന്ന് ലാസ്റ്റ് ജങ്കാറും പിടിച്ച് വൈപ്പിന് നേരെ എയർപോർട്ടിലേക്ക്. അതായിരുന്നു എന്റെ പ്ലാൻ. എന്നോട് 11 മണിയായപ്പോ എയർപോർട്ടിൽ വരണമെന്ന് പറഞ്ഞു. എന്നിട്ടും അവരെത്തിയിട്ട് എന്റെ തലയ്ക്ക് മേളിൽ കൂടെ പറന്നു വന്ന ഓരോ പ്ലെയിന്റെ എണ്ണം ഞാൻ എടുത്തു. എന്നിട്ടും അവർ വന്നിട്ടില്ല. ഒരു പ്ലെയിൻ പോയി, 2 പ്ലെയിൻ പോയി, 3 പ്ലെയിൻ പോയി. അങ്ങനെ 4ാമത്തെ പ്ലെയിന്റെ പുറകെ അവരും ലാൻഡ് ചെയ്യും. ഞാൻ ഇവിടെ വന്നത് ഇവനെ യാത്ര അയക്കാൻ വേണ്ടിയാണ്. ഇവൻ എന്റെ അമ്മാച്ചന്റെ മോനാണ്. അതായത് എന്റെ മാമന്റെ മോൻ. ഇവന്റെ പേരാണ് മെൽവിൻ. പക്ഷെ ഞങ്ങൾ ഇവനെ അപ്പുകുട്ടാന്ന് വിളിക്കും. അങ്ങനെ ഒടുവിൽ അവൻ അറിയാണ്ട് വീഡിയോ എടുക്കുന്നത് അവൻ കണ്ടുപിടിച്ചു. അവന്റെ എക്സ്പ്രഷൻ കണ്ടില്ല. അവൻ ആദ്യമായിട്ട് പ്ലെയിൻ കയറാൻ പോകണം. അവൻ എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. നിനക്ക് എന്താ ഇപ്പൊ തോന്നുന്നേ? അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അവൻ വളരെ എക്സൈറ്റഡ് ആയതുകൊണ്ട് ഞാൻ അവനോട് ഒന്ന് ചുപ്ചാപ്പ് പോകാൻ വേണ്ടി വന്നു. ഇനി ഇതുപോലൊക്കെ ഒന്ന് കമ്പനി എടുക്കണമെങ്കിൽ ഞാൻ ദുബായ് വരെ പോകണം. ഈ നടന്നു വരുന്നതാണ് എന്റെ വേറൊരു ആരോപി. എന്നെ കണ്ടതിന്റെ സന്തോഷമാണ് അവന്റെ മുഖത്ത്. അങ്ങനെ ഏകദേശം നമ്മുടെ അപ്പുക്കുട്ടന് പോകാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ട്. അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ എനിക്ക് ജന്മം നൽകിയ എന്റെ മാതാശ്രീയെ കണ്ടു. എന്നെ കണ്ട പരിചയം മൂല്യം കാണിക്കാണ്ടിരിക്കുന്നത് കണ്ടില്ല. അങ്ങനെ അപ്പുക്കുട്ടൻ ഉള്ളിൽ കയറാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് അവൻ തലങ്ങും വിലങ്ങും ഞങ്ങളുടെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുമായിരുന്നു. ആൻഡ് ഈ കാണുന്നതാണ് അവന്റെ ശരിക്കുള്ള അമ്മ വിനീത കുട്ടി. 4 അടി 5 ഇഞ്ച് പൊക്കമാണെങ്കിലും ഞങ്ങളോട് ഫുള്ള് സ്നേഹമായി ശരീരത്തിൽ. ഇതാണ് അപ്പുക്കുട്ടന്റെ കൂൾ ഡാഡി. അവൻ പോകുന്നത് കാണാൻ വയ്യാത്തോണ്ട് പോവാണ്. അങ്ങനെ ഞങ്ങളോടൊക്കെ ചെറു പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞ് അവൻ പോവാണ്. ഞങ്ങളെയൊക്കെ വിട്ടുപിരുന്നതിന്റെ വിഷമം എന്താണെന്ന് അവൻ അറിയാം. അവനൊന്ന് പൊട്ടിക്കരഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താണെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുന്നതുകൊണ്ട് ഞാനാ പറഞ്ഞ കരയണ്ട. അവന്റെ അമ്മയെക്കാട്ടിൽ എന്റെ അമ്മയ്ക്കാണ് അവൻ പോയതിനുള്ള വിഷമം. പിന്നെ നിങ്ങൾക്ക് വേർപാടിന്റെ വേദന എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ വന്നാൽ മതി. വേറെ എവിടെയും പോകണ്ട. അതൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പൊ ശരി.